അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ചില നിഅമത്തുകൾ, അത് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവ് ചെയ്യാൻ ഉള്ളതാണ്. അല്ലാതെ ഒരിക്കലും പോലും കിബർ നടിക്കാനോ അഹങ്കാരം പ്രകടിപ്പിക്കാനോ ഉള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എല്ലാവരും ഒരുപോലെ അവൻ സൃഷ്ടിച്ചിട്ടില്ല. ചില ആൾക്കാർക്ക് ചില നിഅമത്തുകൾ, ചില അനുഗ്രഹങ്ങളൊക്കെ നൽകി, ചില ആൾക്കാർക്ക് അള്ളാഹു അതൊന്നും നൽകാതെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അപ്പോൾ നിഅമത്ത് കിട്ടിയവർ കിട്ടാത്തവരെ മുമ്പിൽ ഒരു നിലക്കും അഹങ്കാരത്തിൽ നിൽപ്പ് ഒരിക്കലും നിൽക്കരുത്. മഹാന്മാർ പറയുന്നത് കാണാം, തതഹദ്ദസു അൻ അംവാനിക അമാമ ഫക്കീരിൻ. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിഅമത്തുകൾ, ചില മുതലുകൾ, ചില സമ്പത്തുകളൊക്കെയും നൽകിയപ്പോൾ നീ ഒരിക്കലും ഫക്കീറന്മാരെ മുമ്പിൽ പോയി നിന്റെ പണത്തിൻ്റെ ഫവർ അവരെ മുമ്പിൽ പറയരുത്. അത് അവരെ മുമ്പിൽ ഫവർ പറയാനുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. അത് നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും പോലും ആ ഫക്കീറന്മാരെ മുമ്പിൽ അവരെ വിഷമിക്കുന്ന രീതിയിൽ, അവരെ ബേജാറാക്കുന്ന രീതിയിൽ ഒരിക്കലും പോലും നിന്റെ പണത്തിൻ്റെയോ നിന്റെ സമ്പത്തിൻ്റെയോ ഫവർ കാണിക്കരുത്. നിനക്ക് വലിയ വീടുണ്ടാകും, അല്ലെങ്കിൽ നിനക്ക് വലിയ വാഹനങ്ങളുണ്ടാകും. ഇതൊക്കെയും അതൊന്നും ഇല്ലാത്തവരെ മുമ്പിൽ കിബർ നടിക്കാൻ ഒരിക്കലും പോകരുത്. ഒറ്റൊരു ദിവസം കൊണ്ട് നേരെ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ലാ തതഹദ്ദസു അൻ സിഹ്ഹതിക അമാമ അലീലിൻ. നിനക്ക് അല്ലാഹു നൽകിയ നിന്റെ ആരോഗ്യം ഒരിക്കലും പോലും രോഗിയെ മുമ്പിൽ നീ കിബർ നടിക്കരുത്. നിന്റെ ആരോഗ്യത്തിൻ്റെ ഫവർ അവരെ മുമ്പിൽ പോയി നീ പ്രകടിപ്പിക്കരുത്. അവരെ വിഷമിക്കുന്ന രീതിയിൽ അത് നീ കാണിക്കരുത്. നിനക്ക് നല്ല ആഫിയത്തുള്ളവനായിരിക്കാം, അതേ കണ്ണുള്ളവൻ കണ്ണില്ലാത്തവനെ മുമ്പിൽ കിബർ നടിക്കരുത്. മറ്റുള്ള അവയവങ്ങൾ എല്ലാവിധത്തിലും റാഹത്തോടു കൂടെ ജീവിക്കുന്ന ഒരുത്തൻ അതൊന്നുമില്ലാതെ രോഗത്തോടു കൂടെ വിഷമിക്കുന്ന രീതിയിൽ ഉള്ളവരെ മുമ്പിൽ ഒരിക്കലും പോലും നാം അവരെ മുമ്പിൽ അവരെ ബേജാറാകുന്ന, അവരെ വിഷമിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും നാം ചെയ്തു പോകരുത്, സംസാരിച്ചു പോകരുത്. നമുക്ക് നൽകിയ ആഫിയത്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് വേണ്ടി സേവനം ചെയ്തു കൊടുക്കുക എന്ന വലിയൊരു ദൗത്യമാണ് നാം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ലാ തതഹദ്ദസു അൻ ഔലാദിക അമാമ അഖീലി. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മക്കളെ നൽകിയിട്ടുണ്ടാകാം. ആൺമക്കളും പെൺമക്കളും ഇങ്ങനെയായിട്ട് കുറേ മക്കളൊക്കെ നിനക്ക് ഉണ്ടായി എന്ന് വരാം. അതേ സമയത്ത് എത്രയോ ഭർത്താക്കന്മാർ ഒരു കുഞ്ഞുകാള് കാണാൻ വേണ്ടി എത്ര കാലങ്ങളായി എത്ര വർഷങ്ങളായി അവരിങ്ങനെ കൊതിച്ചിരിക്കുക. അവരുടെ മുമ്പിൽ നിന്റെ മക്കളെ ഫവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് കുറേ മക്കളുണ്ടോ എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ നീ ഒരു വലിയ ആളായി പോകരുത്. പാപം, മക്കളില്ലാത്തവർക്കേ മക്കളില്ലാത്തതിൻ്റെ വിഷമം അറിയുകയുള്ളൂ. അപ്പോൾ നിന്നിലാൽ കഴിയുന്ന രീതിയിൽ അവരെ സമാധാനിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നല്ലാതെ നിന്റെ മക്കളെ കൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് കുറേ മക്കളുണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിനക്ക് കുറേ ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിനക്ക് കുറേ പെൺമക്കളുണ്ട് എന്ന് പറഞ്ഞ് മക്കളില്ലാത്തവരെ മുമ്പിൽ ഒരിക്കലും പോലും നീ കിബർ നടിക്കരുത് എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലപ്പോൾ മക്കളുണ്ടായവരു പോലും അവസാനം മക്കളെ കൊണ്ട് ഒരു നിരക്കും ഒരു ഉപകാരമില്ലാതെ എത്രയോ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ സംഭവങ്ങൾ, അവരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മക്കളുണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും അതൊക്കെയും നല്ല ബർക്കത്തുള്ളതാകണമെങ്കിൽ അതിനൊക്കെയും റബ്ബ് തൗഫീക്ക് നൽകണം. അപ്പോൾ തന്ന ഒന്നിനുപോലും നാം കിബർ നടിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് തതഹദ്ദസു അൻ വാലിദിക അമാമ ബി യതീമിൻ. അതേ, ഒരു യതീമിൻ്റെ മുമ്പിൽ
നിനക്ക് വാപ്പയുണ്ട്, നിനക്ക് ഉമ്മയുണ്ട് എന്ന് പറഞ്ഞ് നിന്റെ വാപ്പൻ്റെ മധുഹും നിന്റെ ഉമ്മൻ്റെ മധുഹും ഒരു യതീമിൻ്റെ മുമ്പിൽ പലപ്പോഴും പറയരുത്. പാവം, അവൻ വിഷമിക്കും, അവന് വേജാനാകും. ഓ, അവന് വാപ്പയുണ്ടല്ലോ, അവൻ ബാപ്പിനെ കുറിച്ച് ഇത്ര പറയുന്നുണ്ട്, അവൻ ഉമ്മയെക്കുറിച്ച് ഇത്ര പറയുന്നുണ്ട്, എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഒരു വിഷമം ആ യതീമിൻ്റെ കൽബിൽ ഉണ്ടായി വരും. അതുകൊണ്ട് ഒരിക്കലും പോലും യതീമിൻ്റെ മുമ്പിൽ സംസാരിക്കും ശ്രദ്ധിക്കണം. നിന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ, അതേ മക്കളില്ലാത്തവരെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. നിന്റെ മക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതേ പണമില്ലാത്തവരെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. നിന്റെ പണം, നിന്റെ മുതലും നിന്റെ ഐശ്വര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, അതേ രോഗിയെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. നിന്റെ ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ, അത് അങ്ങനെ നിന്റെ എല്ലാ നിയമത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നീ നല്ല ശ്രദ്ധയുള്ളവനാകണം. ഒരാളെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ ആയിപ്പോകരുത്. അങ്ങനെ ആയിപ്പോയാൽ ആ നിയമത്തുകളെല്ലാം ചിലപ്പോൾ അതൊരു ശിക്ഷയായി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവൻ തന്ന എല്ലാ നിയമത്തുകൾക്ക് നല്ല നന്ദി ചെയ്യുന്ന നല്ല അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.